നമസ്കാരം, ഞാൻ ആൻസി. ഒഴുകുപാലിക്കൽ ടാഗോർ ലൈബ്രറിയുടെ സാഹിത്യോത്സവവുമായി ബന്ധപ്പെട്ട സാഹിത്യസന്ധ്യയിൽ ഞാൻ ഇന്നിവിടെ അനുസ്മരിക്കുന്ന സാഹിത്യകാരൻ കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ട വി അയ്യപ്പനെ കുറിച്ചാണ്. വി അയ്യപ്പൻ എന്നാൽ വട്ടോംപറമ്പിൽ വേലപ്പൻ അയ്യപ്പൻ. 1923 ജൂലൈ 9 തൃശൂർ ജില്ലയിലെ ഗുരുവായൂരിനടുത്തുള്ള കണ്ടാണിശ്ശേരി എന്ന ഗ്രാമത്തിൽ വട്ടോംപറമ്പിൽ ശംഖുവേലപ്പന്റെയും കൊടക്കാട്ടിൽ കുഞ്ഞാണ്ടിക്കാളയുടെയും മകനായി വി അയ്യപ്പൻ എന്ന കോവിലൻ ജനിക്കുന്നു. കണ്ടാണിശ്ശേരി എക്സൽസിയർ സ്കൂളിലും നെന്മിനി ഹയർ എലമെന്ററി സ്കൂളിലും പാവറട്ടി സാഹിത്യ ദീപിക സംസ്കൃത കോളേജിലുമുള്ള പഠനശേഷം റോയൽ ഇന്ത്യൻ നേവിയിലും കോർ ഓഫ് സിഗ്നൽസിലും അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചു. തോറ്റങ്ങൾ, ശകുനം, ഏഴമിടങ്ങൾ, താഴ്വരകൾ, ഭരതം, ഹിമാലയം, A-B, തട്ടകം തുടങ്ങി ഒട്ടനേകം പ്രസിദ്ധങ്ങളായ നോവലുകളും കഥാസമാഹാരങ്ങളും അദ്ദേഹം രചിച്ചു. എഴുത്തിലെ മികവ് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ധാരാളം പുരസ്കാരങ്ങളും നേടിക്കൊടുത്തു. കോവിലൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലെത്തുന്ന നോവൽ തട്ടകമാണ്. കോവിലന്റെ തട്ടകം. ആത്മകഥാപരമായി എഴുതിയിട്ടുള്ള തട്ടകത്തിൽ തന്റെ ഗ്രാമമായ കണ്ടാണിശ്ശേരി ഗ്രാമത്തിലെ തലമുറകളുടെ ചരിത്രമാണ് അദ്ദേഹം പശ്ചാത്തലമാക്കിയിരിക്കുന്നത്. ധാരാളം പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് നേടിക്കൊടുത്ത ഒരു കൃതി കൂടിയാണ് തട്ടകം. കേരള സാഹിത്യ പരിഷത്ത് അവാർഡ്, സാഹിത്യ അക്കാദമി പുരസ്കാരം, AP കുളക്കോട് പുരസ്കാരം, LV പുരസ്കാരം, വയലാർ പുരസ്കാരം തുടങ്ങിയവയെല്ലാം തട്ടകം നേടിയെടുത്തു. തോറ്റങ്ങൾ എന്ന നോവലിന് 1972 ശകുനം എന്ന കഥാസമാഹാരത്തിന് 1977 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. ഇവ കൂടാതെ 1997 കേരള സാഹിത്യ പരിഷത്ത് അവാർഡും 2006 എഴുത്തച്ഛൻ പുരസ്കാരവും 2009 മാതൃഭൂമി പുരസ്കാരവും മറ്റനേകം പുരസ്കാരങ്ങളും കോവിലന് ലഭിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലം തന്റെ 87-ാം വയസ്സിൽ 2010 ജൂൺ 2 കുന്നംകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. കഥകളുടെ യാഥാർത്ഥ്യവും ശക്തമായ കഥാപാത്ര ആവിഷ്കാരവും തുളച്ചു കയറുന്ന ഭാഷയും കോവിലന്റെ കഥകളെ വ്യത്യസ്തമാക്കുന്നു. പട്ടാളക്കാരനായിരുന്ന കാലം മിഴിവോടെ അദ്ദേഹം തന്റെ കഥകളിൽ ആവിഷ്കരിച്ചു. അതെല്ലാം തന്നെ അവിസ്മരണീയങ്ങളുമാണ്. പതിറ്റാണ്ടുകളായി മലയാള സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ നിറസാന്നിധ്യമായിരുന്നു കോവിലൻ. ഈ വേളയിൽ ഞാൻ കോവിലന്റെ സംഭാവനകളെ, മലയാള സാഹിത്യത്തിലുള്ള സംഭാവനകളെ അനുസ്മരിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.